ഹലോ, ഞാൻ വിളിക്കാം, ഞാൻ തിരിച്ചു വിളിക്കാം. അവൾ എവിടെ പോയിന്നാവോ? എനിക്കൊരു സമാധാനവും ഇല്ല. നമ്മുടെ ഏഞ്ചൽ അങ്ങനെ ചെയ്യൂ? ഇല്ല, അവൾ അങ്ങനെ ചെയ്യൂല. അവൾ എവിടെ പോയിട്ടില്ല. അവൾക്കൊന്നും പറ്റേയില്ല. എടാ കോളി, അവളുടെ ഫോൺ ട്രേസ് എന്തായി? കയസ് സൈബർ സെല്ലിൽ തന്നെയുണ്ട്. അവക്കടെ ഫോൺ റേഞ്ചിലെത്തിയാൽ സ്ഥലം ഉടനെ പിടികിട്ടും. ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയല്ലോ. ഇനിയാ സൈമൺ. അവൻ എവിടെയെങ്കിലും പോക്ക്. അതെ, ഇനി തിങ്ക് ചെയ്തിരിക്കാൻ ടൈമില്ലാട്ടാ. നമുക്ക് എത്രയും പെട്ടെന്ന് കൊച്ചി വിടണം. കൊച്ചി വിടാനാ? അതൊന്നും പറ്റില്ല. എൻ്റെ ഉമ്മിച്ച എന്ത് ചെയ്യും? പന്നി ഒഴിക്കടാ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഏഞ്ചലിനെ കൊണ്ട് ഇവിടുന്ന് പോയില്ലെങ്കിൽ അവന്മാരോട് എത്തും വാളും പരിചയമായിട്ട്. വെറുതെ കില്ല് ചെയ്ത് സെയിലെറിയും. അതിന് ഏഞ്ചൽ തിരിച്ച് വീട്ടിൽ പോയാൽ തീരുന്ന പ്രശ്നമല്ലേ? അതല്ല ഏഞ്ചലെ, എൻ്റെ ഉമ്മ ഓർക്കുമ്പോ തന്നെ പേടിയാണ്. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ നീ എങ്ങനെയാണ് മനത്ത് റോങ് ആയിട്ട് ടോക്ക് ചെയ്യണത്? എല്ലാരോടും പോയി ആ പെൺകുട്ടിനെ വിളിച്ചോണ്ട് വന്നിട്ട് നിനക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട പന്നി ഇതേ ഇരിക്കണ്. ഇവനൊന്നുമില്ല, പിന്നെ തനിക്ക് എന്താണ് ഇത്ര പുള്ളില്? കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. മരിപ്പിനുള്ള ചായം വടയും വന്നതിന് മുമ്പ് ഏഞ്ചലിനെ തിരിച്ചുവിടാം. ഇപ്പൊ അവിടെ ഏഞ്ചൽ ഇല്ലാന്നല്ലേ ഉള്ളു. നമ്മുടെ കാര്യമൊന്നും അറിയാൻ പാടില്ല. ഏഞ്ചൽ എവിടെ പോയെന്ന് ചോദിക്കണമെങ്കിൽ വല്ല ട്യൂഷനോ എന്ന് പറഞ്ഞാൽ മതി, പ്രശ്നം സോൾവ് അല്ലേ? ഇപ്പൊ എല്ലാരും കൂടെ എന്നെ വില്ലനാക്കണ. പോട്ടെ, സമാൻ പറയട്ടെ വേണ്ടാന്ന്. ഞാൻ വിട്ടേക്ക ഐഡിയ. ബായ് ബായ്. നമുക്ക് ഏഞ്ചലിനെ തിരിച്ചുവിടാൻ പറ്റൂലട്ടാ. അതെന്താണ്? നമ്മളാണ് ഏഞ്ചലിനെ കൊണ്ട് നേടണമെന്ന് അവർക്കറിയാം. അതെങ്ങനെ? ഞാനൊരു ശില്പം എഴുതി വെച്ചിട്ടുണ്ടായി ഇവിടെ. ശില്പ? എന്ത് ശില്പ്? പ്രിയ ചേട്ടന്മാരറിയാൻ വേണ്ടി ഞാനും സെബാനും അനൂപ് മേനോനും ജയസൂര്യയും പോലെ തമ്മിൽ അഗാധമായ പ്രണയത്തിലായിട്ട് ഒരുപാട് കാലമായി. ഞങ്ങളെ പിരിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. ഞാൻ സെബാസ്റ്റിൻ്റെ കൂടെ പോവുകയാണ് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക്. ഇന്ന് രാത്രി വെളുക്കും മുമ്പേ ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ഞങ്ങളെ അനുഗ്രഹിക്കൂ ചേട്ടന്മാരെ. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കല്ല. ഞങ്ങളുടെ കൂടെ സുഹൃത്തുക്കൾ ഫെർണാൻഡോ ഡി സിൽവ, അബു മുഹമ്മദ് ആദം, പിന്നെ കൂട്ടത്തിലേറ്റവും ലുക്ക് ആംബ്രോസ് പെരേര എന്ന നിങ്ങളുടെ പുന്നനുജത്തി ഏഞ്ചൽ പുണ്യാളൻ, അല്ല ഏഞ്ചൽ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ. ഇത് ഏഞ്ചലിന്റെ കൈയക്ഷരം അല്ല. അത് ഭായ് കാലത്തിനിക്കുമ്പോ ഏഞ്ചലിനെ കാണാണ്ടാവുമ്പോ അവര് വെറുതെ പേടിക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ സെബാനും പുണ്യാളന്മാരും തമ്മിൽ ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഐസ്. ഇനിയിപ്പോ ഏഞ്ചല് തിരിച്ചു പോയാലും നമ്മളാരും സവാരി ഗിരിഗിരി സീനാണ്. ഇനി എന്ത് ചെയ്യും? പൊട്ടാ, നീ എന്തെങ്കിലും ഒന്ന് പറയടാ. വെറുതെ കുന്തം മെഴുകി പോലെ നിൽക്കാണ്ട്. എന്ത് പറയാനാണ്? എന്തായാലും തലയിലായി പോയില്ലേ, സഹിക്കാണ്ട് പറ്റുക. എന്ത് മറ്റേ വന്നെടുത്ത് വെച്ച് കാണാം. വേണ്ട, അങ്ങനെ ആരും എന്നെ സഹിക്കണ്ട. ആരുടെയും തലയിൽ ഒരു ഭാരമായിട്ട് എനിക്ക് താല്പര്യമില്ല. അല്ല ഏഞ്ചലെ, അവൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഇവ പറയുന്നതായിട്ട് ഇറങ്ങി വന്ന ഞാനാ വണ്ടി. എന്താണ്ടാ തീവണ്ടിക്കാണ് തല വെച്ച്? വേണ്ട ബ്രോ, മിണ്ടാരി. എക്സ്ക്യൂസ് മീ, അപ്പൊ ഏഞ്ചൽ റിട്ടേൺ പോണേണ? എന്തിനാ? ഞാൻ അങ്ങോട്ട് പോണില്ല. ചേട്ടന്മാരുടെ കൈ കൊണ്ട് ചാവാൻ എനിക്ക് വയ്യ. എല്ലാരും കൂടി കൊണ്ടുവന്നല്ലേ, എന്തെങ്കിലും ചെയ്യും. അല്ല, അപ്പൊ സെബാന്റെ സീന? ഇവനാ? ഇവനെ എനിക്ക് വെറുപ്പാ. ഇവന്റെ പേര് കേൾക്കുന്നതിന് എനിക്ക് അറപ്പാ. വാട്ട് സ്റ്റുപ്പിഡിറ്റി യു ആർ ടോക്കിംഗ്? കറിക്കൂല വഞ്ചിക്കൂല എന്ന് പറയണ പോലെയാണുള്ളത്. ഇതെന്ത് ആണാവോ? മൊബൈൽ ഫോണാ? റിങ്. ഇത് ആരുടെ കോപ്പത്? എന്റെ ആണോ? വളിയിട്ടാൻ. ഇത് കണ്ട, ഇതറിയ വളിയിട്ടാൻ. വല്യേട്ടൻ. ഓ വല്യേട്ടൻ. വല്യേട്ടനാ?
അപ്പ കല്യാണ പെണ്ണിനെ ചെക്കനെ കൊണ്ട് അപ്പനെ കാണാൻ വേണ്ടി വരായിരിക്കുന്നു. അപ്പോഴാ ചേട്ടാ ആ കൂടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. സിഗ്നൽ കൊച്ചി തന്നെയാണ്. ആ ഈ മാങ്ങത്തിൽ ആരെങ്കിലും വലിച്ചെറിഞ്ഞ് കളയണ്ട. ഫെർണോ, നീ എന്തെങ്കിലും ഒന്ന് പറ. ഇങ്ങനെ ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? എങ്ങോട്ടെങ്കിലും പോവാം. പോവാനാ? എങ്ങോട്ട് പോവാൻ? ഞാൻ വന്നില്ല. നിങ്ങക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഇനി ഇവിടെ നിന്നാ കുഴപ്പമാണ്. അതിനെങ്ങനെ പോർക്ക് സമ്മതിക്കൂലല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞാണോ കുറ്റം? അവരിപ്പൊ ഇങ്ങോട്ട് എത്തുവാ പോ. നിനക്കെന്താ പറയണ തലക്കറില്ലേ? എന്നാ നിങ്ങ പോക്കോ, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. ബൈമാൻ, യു ഡെഡായ പ്രോബ്ലം സോൾവ് ആവോ? എന്തായാലും ഒരാളിവിടെ ഒറ്റക്കിട്ടിട്ട് ഇവിടുന്ന് ആരും പോണില്ല. ആ അവരെന്നെ കൊല്ലും. എല്ലാം വരുത്തി വെച്ച് ഒരുത്തരോട് ഉണ്ടല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഡോൺ ഗോ ഡോൺ ഗോ. അപ്പൊ എന്തായിരുന്നു? ഹൃദയം കൊടുക്കും, അത് കൊടുക്കും. അവർക്ക് സിസ്റ്റർ ഒന്നുമില്ല. കില്ലിങ് സീനാണ്. പള്ളിയിലച്ഛനാണെങ്കിലേ ചോരയിൽ മുക്കിയിട്ടാണ് പോകുന്നത്. ഹലോ ഹലോ ഏഞ്ചലെ, ഏഞ്ചൽ മോളെ. ഹലോ ഹലോ, ഇതാരാ? ആരാന്ന് പറയണ? സെബാസ്റ്റ്യൻ. ഞാൻ ഒറ്റയ്ക്ക് ഏഞ്ചലിനെ കൊണ്ടുവന്നു. അറിയാടാ, നീ ആരാണെന്ന് എനിക്കറിയാ, എവിടെന്നാണെന്ന് എനിക്കറിയാം, എങ്ങോട്ടാ പോകുന്നതെന്നും എനിക്കറിയാം. നീയൊക്കെ കളിച്ചത് ചെകുത്താനോടാടാ. നാളത്തെ കൊച്ചിക്കാറ്റിന് നിന്റെയൊക്കെ ചോരയുടെ മണം ഉണ്ടാവും. ചേട്ടാവുമാരുടെ സ്ഥലം ട്രേസ് ചെയ്തിട്ടുണ്ട്. ആ ലോബോന്റെ അടുത്തുള്ള ബിവറേജിന്റെ മുകളിലുണ്ട്. നീ ജോർജിനെ വിളിച്ചിട്ട് നമ്മൾ കല്യാണം ഒഴിയാണെന്ന് പറഞ്ഞേക്ക്. നീ എന്തിനാ ഫോൺ എടുത്ത്? ബായ്, ഇനിയിപ്പോ ഫോൺ റീസ് ഉണ്ടാവും. ഇയാൾക്ക് ഞങ്ങളെ കൊലക്കൊടുത്ത് മതിയായില്ലേ? എല്ലാം ഏറ്റെടുക്കാനാണ് ഫോൺ എടുത്തത്. എല്ലാം ഞാനാന്ന് പറയാനാണ്. ഞാൻ കാരണം ആരും ചാവണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഓരെ പറ്റിപ്പോയി. എടാ വിട്ടേക്കടാ, അപ്പത്തെ ദേഷ്യത്തിൽ പറഞ്ഞാടാ. സോറിടാ, നിന്നെ നമ്മൾ എലോൺ ആക്കൂല ബ്രോ. നമ്മൾ രക്ഷപ്പെടും. അതെ, തൽക്കാലം നമുക്ക് ഈ കൊച്ചിയിൽ നിന്ന് മാറിയേക്ക്. പിന്നെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. സോറി. ഛേ, എന്താണ് ബ്രോ, നിന്റെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലം കൂടിയല്ലേ? ബായ്, നമുക്കിവിടുന്ന് പോട്ടാ. ഇവിടുത്തെ എന്റെ കൈയും കാലം മറക്കണേ. അതാ നല്ലത്. നമുക്കേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പട്ടാവാ. അതെ, ഐ ഹാവ് 200 rupees man. You have any money man? I am broke man. You have 500 rupees. Okay. എന്റെ അടുത്ത് കുറച്ചുണ്ട്. എന്റെ അമ്മ ഇതേ ഇത്രയും പൈസ ഉണ്ട്. അല്ലാതെ പേഴ്സാണ്. ഏത്? അത് നോക്കി. അയ്യേ, 125 തൊലിയാ. ശാപം. നമ്മൾ എങ്ങോട്ടാ പോണത്? അത് ആരുടെയും വീട്ടിൽ പോകാൻ പറ്റൂല. അതോടെ അണ്ണാക്കി പോയിരിക്കണ പോലെ ആയിരിക്കും. കൊച്ചി വിടുന്നത് സൂക്ഷിച്ചു വേണം. ഇപ്പൊ എന്തായാലും സ്കെച്ച് വീണിട്ടുണ്ടാവും. പിന്നെ എങ്ങോട്ടു? ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ബാക്കി അവിടെ പോയിട്ട് ആലോചിക്കാം. ഏത് സ്ഥലം? അതൊക്കെ ഉണ്ട്, അത് മതി. വാ, മരിക്കണമെങ്കിൽ ഒരുമിച്ച്. ജീവിക്കണമെങ്കിൽ ഒരുമിച്ച്. കുടിക്കുകയാണെങ്കിൽ അത് ഒരുമിച്ച്. മാതാവേ കാത്തോളേ.